റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PSC നോക്കുകുത്തിയാകുന്നു. വനിതാ പോലീസ് തസ്തികയിൽ 1/3 നിയമനം പോലും നടത്താൻ PSCക്കായിട്ടില്ല. 964 പേരിൽ 256 പേർക്കാണ് ഇതുവരെ നിയമനം കിട്ടിയത്. ഇതോടെ ലിസ്റ്റ് കാലാവധി കഴിയാൻ ഇനി 1.5 മാസം മാത്രമേ വനിതാ പോലീസ് ലിസ്റ്റിൽ ഉള്ളൂ. വനിതാ പോലീസ് ലിസ്റ്റിലുള്ളവർ ആശങ്കയിലാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ ഈ സമയത്ത് 599 പേർക്കാണ് നിയമനം കിട്ടിയത്. അതിന്റെ പാതി പോലും ഇത്തവണ കിട്ടിയിട്ടില്ല. ചില പ്രതികരണങ്ങളുണ്ട്, കേൾക്കാം. നിലവിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. മുൻവർഷങ്ങളിൽ 800ഓളം നിയമനങ്ങൾ നടന്ന ഞങ്ങളുടെ തസ്തികയിൽ നിലവിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 213 പുതിയ വേക്കൻസികൾ മാത്രമാണ്. ഞങ്ങളുടെ ലിസ്റ്റിൽ WCPയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫോട് കൂടി നിലവിൽ വന്ന ലിസ്റ്റായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങളുടെ ലിസ്റ്റിൽ 964 ഉദ്യോഗാർത്ഥികളാണുള്ളത്. അതിൽ തന്നെ പലരും വീട്ടമ്മമാരാണ്. പല പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് ഫിസിക്കൽ പാസ്സായിട്ടുള്ള ഒത്തിരി വീട്ടമ്മമാരുള്ള ലിസ്റ്റാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 2 മാസം കൂടി നിലവിലുള്ളൂ. ഇതേ അവസ്ഥ തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസറുടെ ലിസ്റ്റിനുള്ളത്. കഴിഞ്ഞ വർഷം 5000ഓളം നിയമനങ്ങൾ നടന്ന അവരുടെ ലിസ്റ്റിൽ ഈ വർഷം 1800 നിയമനങ്ങളാണ് അവർക്കും നടന്നിട്ടുള്ളത്. പുതിയൊരു നിയമപ്രകാരം 9:1 എന്നുള്ള റേഷ്യോ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഒരു 100 വേക്കൻസികൾ വരികയാണെങ്കിൽ അതിൽ 90 CPOമാർക്കും 10 മാത്രമാണ് WCPOയ്ക്കും ലഭിക്കുന്നത്. നമ്മൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ്റെ കണക്കെടുത്താൽ 90% പോലീസ് സ്റ്റേഷനിലും വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ തസ്തികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം ആ തസ്തികളിലേക്ക് നിയമനങ്ങൾ വന്നാൽ ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വരുന്നതാണ്. തീർച്ചയായിട്ടും അത് നിർബന്ധമായും നടത്തിയിരിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ നടത്തിയതിൻ്റെ പാതി പോലും ഇത്തവണ നിയമനം നടത്തുന്നില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുമ്പോൾ അത് ആശങ്കയുണ്ടാക്കുന്നു. ഇനി 43 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇവരിൽ പലരും വീട്ടമ്മമാരാണ്. ഒരുപാട് ജീവിതത്തിലെ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. മാത്രവുമല്ല അവർക്ക് ഇനി ഒരു ലിസ്റ്റിലേക്ക് കടന്നുകൂടുക എന്നുള്ളത്, പലരും പ്രായം കഴിയും, പുതിയ ആൾക്കാർ വരും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല പല പോലീസ് സ്റ്റേഷനുകളിലും വനിതാ പോലീസിൻ്റെ വേക്കൻസികൾ ഇപ്പോൾ ഒഴിവുണ്ട് എന്നുള്ളതാണ്. CPO ലിസ്റ്റിലും ഇതേ അവസ്ഥ തന്നെയാണ്. TV പ്രസാദ് നമുക്കിപ്പം ചേരുന്നുണ്ട്. TV പ്രസാദ്, നിരവധി ആളുകൾ നമുക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കണക്കുകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. 1/3 പോലും നിയമനം നടത്താൻ സാധിച്ചിട്ടില്ല. വനിതാ CPOയുടെ കാര്യത്തിലാണെങ്കിലും ശരി, മെൻ CPOയുടെ കാര്യത്തിലാണെങ്കിലും ശരി. വലിയ അനാസ്ഥയാണല്ലേ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഉറപ്പായും അരുൺ, ഇതിൻ്റെ എല്ലാം കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സർക്കാർ പറയുന്നുണ്ട്. അത് ഒഫീഷ്യലായി കൃത്യമായി പറയുന്നില്ല എന്നേ ഉള്ളൂ. സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ കൂടിയും ഏറ്റവും അത്യാവശ്യം വേണ്ട നിയമനങ്ങളാണ് ഈ പോലീസിൽ നിന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് പട്ടികയായിരുന്നു. അത് വളരെ ശോചനീയമാണ്. 30% പോലും നിയമനമായിട്ടില്ല. അതേ സമയത്ത് തന്നെയാണ് വനിതാ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റും നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെയും അവർ വലിയ ആശങ്കയിലാണ്. കാരണം വെറും 43 ദിവസം, അരുൺ, 1.5 മാസം പോലുമില്ല, 43 ദിവസം മാത്രമാണ് ലിസ്റ്റ് പൂർത്തിയാകാനുള്ള, ലിസ്റ്റിന്റെ കാലാവധി തീരാനുള്ള ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഇതുവരെ 30% പൂർത്തിയായിട്ടില്ല. അതായത് 964 പേരിൽ 250 മാത്രം നിയമനം എന്ന് പറയുമ്പോൾ 1/3 അതിലും ഒരുപാട് കുറവാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇപ്പോൾ നിയമിച്ചതിന്റെ ഇരട്ടിയിലധികം ആളുകളെ നിയമിച്ചിരുന്നു എന്നതാണ്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 90%-നടുത്ത് ആളുകൾക്ക് നിയമനം കിട്ടുന്ന സ്ഥിതിയുണ്ടായി. പല തവണ മുഖ്യമന്ത്രി പല യോഗത്തിലും നിയമസഭയിലും അടക്കം പറഞ്ഞതാണ് സംസ്ഥാനത്തെ വനിതാ പോലീസിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, കൂടുതൽ ആളുകളെ വനിതാ പോലീസിന്റെ ഭാഗമാക്കേണ്ടതുണ്ടെന്ന് പല തവണ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതൊരു പറച്ചിൽ മാത്രമായി മാറുന്നു എന്നതാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് കാലമൊന്നുമില്ല, വെറും 1.5 മാസം മാത്രമാണ് ഈ ലിസ്റ്റിന് കാലാവധി ഉള്ളത്. പിന്നീട് പുതിയ ലിസ്റ്റ് വരും, പിന്നീടും നിയമനം നീളും. അങ്ങനെ നേരത്തെ ആ ഉദ്യോഗാർത്ഥി പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളിലും മതിയായ വനിതാ പോലീസുകാർ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ അരുൺ, തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ കാണാറുണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ മോർച്ചയോ മഹിളാ കോൺഗ്രസോ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ മതിയായ വനിതാ പോലീസുകാരില്ലാത്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. അങ്ങനെ വനിതാ പോലീസുകാരുടെ പിന്നിൽ പുരുഷ പോലീസുകാർ ഉറച്ചു നിന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എന്തായാലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ കുറവ് സംസ്ഥാനത്തുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ, കുട്ടികൾക്കെതിരെയൊക്കെ വലിയ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം എന്നുള്ളത് അത് കൂട്ടുകയാണ് വേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കുറഞ്ഞു പോവുകയാണ്. അരുൺ, നമ്മളിതിൽ സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ എപ്പോഴും പറയുന്ന മറുപടി അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കാനാണ് പറയുന്നത്. ശരിയാണ്, സർക്കാർ പറയുന്നതിൽ തെറ്റില്ല. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനം PSC തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ നിയമനങ്ങൾ എടുത്തു നോക്കിയാൽ അരുൺ താഴേക്കാണ് എന്നതാണ്. അത് CPO ലിസ്റ്റ് മാത്രമല്ല, പല ലിസ്റ്റുകളും ഇപ്പോൾ ബെവ്കോയുടെ ഒരു ലിസ്റ്റിന്റെ കാര്യമുണ്ട്. ബെവ്കോയുടെ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ഒരു വർഷമായി ഒരാളെ പോലും അതിൽ നിയമിച്ചില്ല എന്നുള്ളതാണ്. അതിൽ പലതരത്തിലുള്ള താൽക്കാലിക നമുക്ക് ഓരോ ലിസ്റ്റിന്റെയും കാര്യങ്ങൾ ഒരിക്കൽ കൂടി സർക്കാരിനെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. TV പ്രസാദ്, നമ്മൾ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ലിസ്റ്റിൽ എന്തുകൊണ്ടാണ് നിയമനം നടത്താത്തത്? അതും 90% സ്റ്റേഷനുകളിലും വനിതാ പോലീസിന്റെ ഒഴിവുകൾ, വേക്കൻസി ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യത്തിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും 1/3 പോലും നിയമനം നടത്താത്ത സാഹചര്യം ഉണ്ടാകുന്നതും. വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി കേവലം 43 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതാണ്.